ശരിക്കും മോഡേൺ ഫെസിലിറ്റി നമ്മുടെ പഴയ ട്രഡീഷണൽ സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അതാണ് ശരിക്കും ഈ വീട്ടിൽ നിറഞ്ഞിരിക്കുന്നത്. മക്കളേലും കൂടുതൽ ഞങ്ങളാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രാത്രിയാവും വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും. I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. പഴയ വീട്ടിനെക്കാട്ടും ഡാൻസ് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സൗകര്യം കൂടുതലുണ്ട്. കൂട്ടുകാരൊക്കെ കണ്ടിട്ട് നല്ല വീടാണ്, അച്ഛനമ്മക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു. പിന്നെ നല്ല വീടാണ്, ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഒരു ദിവസം വന്ന് നിൽക്കും എന്നൊക്കെ കൂട്ടുകാർ കുറെ പേര് പറഞ്ഞായിരുന്നു. ഞാൻ ഇതിലെപ്പോ പോയാലും ഇവിടെ ഇരിപ്പുണ്ടാവും, ആള് കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അതിനായിട്ടാണ് മെയിൻലി ഈ സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഗസ്റ്റിനെ റിസീവ് ചെയ്യാനും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഇരിക്കാനും. അവർക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്? I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire. വെന്റിലേഷനും ലൈറ്റിങ്ങും ഓൾസോ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിൻ, പിഞ്ചു ബിഹൈൻഡ് ദ ക്യാമറ. നമ്മൾ എറണാകുളത്താണ്. എറണാകുളം ഏരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഏരൂര് എൻ്റെ പുറകിലൊരു വീട് കണ്ടോ, 10 സെൻറ്റിലെ ഒരു വീടാണ്. ഗംഭീര വീടാണ്, ഒരു ട്രോപ്പിക്കൽ ശൈലിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള സൂപ്പർ വീട്. കണ്ടാൽ കണ്ണെടുക്കാൻ തോന്നാത്ത മനോഹരമായിട്ടുള്ള വീട്. ഈ വീട് ചെയ്തിരിക്കുന്ന 2 മിടുക്കന്മാരായിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആർക്കിടെക്ട്സ് ആണ്. അമൽ തോമസ്. ഹലോ. യെസ്, ഇത് നരേന്ദ്രപ്രസാദ്. മറ്റേ നരേന്ദ്രപ്രസാദിന്റെ അരലാണോ? അല്ല, TNC ആർക്കിടെക്ചർ അല്ലേ? അതെ അതെ. യെസ്. എവിടെയാണ് നിങ്ങളുടെ സ്ഥാപനം വരുന്നത്? ഞങ്ങളിവിടെ കലൂർ തന്നെയാണ്. ഒരു 3 years ago ആയിരുന്നു ഫേമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനു മുമ്പ് ഒരു 4-5 years ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യായിരുന്നു. 3 years ago ഇവിടെ വന്ന് തിരിച്ചു വന്ന് ഇവിടെയാണ് വീടൊക്കെ. ഇവിടെ വന്ന് സ്റ്റാർട്ട് ചെയ്തു. നാട്ടില് തട്ടകം ഉറപ്പിച്ചു. വളരെ ഇഷ്ടപ്പെട്ട ഒരു വീടാണ് കേട്ടോ. നല്ല രസമുണ്ട് പുറമേ കാണുമ്പോഴും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 സ്ഥലത്തും വഴിയുണ്ട്. ഒരു കോർണർ സ്പേസ് ആണ് അല്ലേ? അതെ അതെ, കോർണർ പ്ലോട്ടാണ്. കോർണർ പ്ലോട്ടാണ്. അവിടെ കൃത്യമായിട്ട് ലാൻഡ്സ്കേപ്പ് എല്ലാം ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് മാറി കാർ പോർച്ച് മാത്രമാണ് ആ രീതി വന്നിട്ടുള്ളത്. മൊത്തത്തിലൊരു സ്ലോ പ്രൂഫിങ്ങും മറ്റേ ട്രോപ്പിക്കൽ പ്ലാന്റ്സും ഗ്രീൻ സ്പേസും കുറെ കിളികളും. രാവിലെ വന്നപ്പോൾ കുറെ പ്രാവുകളൊക്കെ ഉണ്ട് ഇവിടെ മുറ്റത്ത്. അങ്ങനെ പല പല എലമെന്റുകൾ, കർട്ടൺ പ്ലാന്റ്സ് കാണുമ്പം എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന ഒരു വീട്. അതെ. ശരത്തും അഞ്ജുവും ആദ്യം ഇത് അപ്രോച്ച് ചെയ്തപ്പോൾ ആകെ ക്ലിയർ ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ഇതായിരുന്നു. അവർക്ക് കസിൻസും ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ മെമ്പേഴ്സൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ വീടിന് പുറത്തായാലും അകത്തായാലും എല്ലാവർക്കും ഗ്യാദർ ചെയ്യാനും കൂടാനായിട്ടുള്ള സ്ഥലം പുറത്തായാലും അകത്തായാലും ഉണ്ടാവണം എന്നുള്ളൊരു മെയിൻ ആയിട്ടുള്ള റിക്വയർമെന്റ് ആയിരുന്നു. ഹോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിലും അവർക്ക് സ്വന്തം പ്രൈവസിയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. വീടിന്റെ സ്ട്രക്ചർ എൻറ്റയർലി കുറച്ചും കൂടെ മെയിൻ റോഡിൽ നിന്ന് ഇറക്കി വെച്ചിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഉണ്ടാക്കിയിരിക്കുന്നത്. മോസ്റ്റ്ലി ജസ്റ്റ് പ്ലെയിൻ ലോൺ ആയിട്ടാണ്. വീടിന്റെ ബാക്ക് സൈഡിലേക്ക് അങ്ങോട്ട് ഈ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് വഴി ബാക്കിലേക്കും അവിടെയും കുറച്ച് അത്യാവശ്യം നന്നായിട്ട് ചെടിയൊക്കെ വെച്ച് നിറച്ചിട്ടുണ്ട്. അവിടുന്ന് ഒരു പടിപ്പുര പോലെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതൊരു പ്രൈവറ്റ് റോഡാണ് ഈ സൈഡില്. അപ്പൊ ഈ സൈഡിൽ കൂടെയും ഒരു എൻട്രൻസ് ആയിട്ട് ഒരു ചെറിയൊരു പടിപ്പുര പോലെ ഉണ്ട്. ചുറ്റും പ്ലാന്റ്സ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതെ. ഇത് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഒരു പ്രൈവസി വീടിന് കിട്ടുന്ന രീതിയിലാണോ? ഈ കോമ്പൗണ്ട് വാളിൽ നിന്നും ഇനിയും ഹൈറ്റ് വെക്കും. ഇതിപ്പോ വെച്ചിട്ട് ഇപ്പോ ഈ വർഷം വെച്ചേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ പേൾ ഗ്രാസ് വരുന്ന ഒരു ലാൻഡ്സ്കേപ്പ് ഉള്ളത്. നല്ല മുറ്റമുള്ള ഒരു വീട് എന്ന് തന്നെ പറയാം. കുട്ടികൾക്കൊക്കെയാണ് 2 പേരുണ്ട് ഇവിടെ. അവർക്കൊക്കെ എന്റർടൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഈ സിറ്റ് ഔട്ട് സ്പേസ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാ. ചുറ്റിലും ഒരു പോണ്ടാ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഒരു ഐലൻഡ് പോലെ ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഇവിടെ കാണുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് കയറും. അഞ്ജുവും ശരത്തും അവരാണ് ക്ലയൻസ്. അപ്പൊ അവരുടെ ഫാദർ ഞാൻ ഇതിലെപ്പോ പോയാലും ഇവിടെ ഇരിപ്പുണ്ടാവും, ആള് കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അതിനായിട്ടാണ് മെയിൻലി ഈ സ്പേസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഗസ്റ്റിനെ റിസീവ് ചെയ്യാനും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഇരിക്കാനും. അവർക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണെന്ന് തോന്നുന്നല്ലേ ഇത്? അതെ, തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ വന്നപ്പോഴും മീനിന് തീറ്റ ഫീഡ് ചെയ്യുന്ന സമയത്തായിരുന്നു. കുട്ടികൾക്കാണേലും ഇഷ്ടപ്പെട്ടു, നമുക്കാണേലും അവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുന്നത്. കിളികളും മീനോടും കുറച്ച് താല്പര്യമുള്ളവരാണ്. നിറച്ചും കോയ് ഫിഷ് വെച്ച്
നിറച്ചിട്ടുണ്ട് പോണ്ട്. ഒരു 19ഓളം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതുവരെ. വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മെല്ലെ വീട്ടിലേക്ക് കയറാം അല്ലേ? ആ, സിറ്റ് ഔട്ടിലേക്ക് കയറാം. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ ഒരു കേർട്ടൺ പ്ലാന്റ്സ് വന്നിരിക്കുന്നുണ്ട്. മുകളിൽ നിന്ന് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുന്ന ഒരു പോർഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കയറി വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു തട്ടായിട്ട് 3-4 പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് എത്താൻ. ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിന്റെ പ്രശ്നമുള്ള ഏരിയ ആയിരുന്നു പറഞ്ഞു. അതെ, നമ്മള് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് ഈ എൻറ്റയർ ഏരിയയിൽ കുറച്ച് ഹെവി ആയിട്ട് മഴയുള്ളപ്പോൾ വെള്ളം പൊങ്ങുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ഹൈറ്റിൽ വേണമെന്ന് പറഞ്ഞു. അത് കാരണം നമ്മൾ ഈ പ്ലിന്ത് ഹൈറ്റ് തന്നെ മെയിൻ റോഡിൽ നിന്ന് ഒരു 1.2-1.5 മീറ്റേഴ്സ് ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതും ഒറ്റയടിക്ക് വീട്ടിലേക്ക് ഇങ്ങനെ കുത്തനെ കയറാതെ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറി വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതെ, നമ്മള് കയറി വന്ന് ഇവിടെ ഒരു നിന്ന് കഴിയുമ്പോഴേ നമ്മള് മനസ്സിലാവുള്ളൂ റോഡിൽ നിന്ന് ഇത്ര ഹൈറ്റിലാണ്, കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത്. പോർച്ച് ഏരിയ സെപ്പറേറ്റ് ആയിട്ടൊരു ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്ട്രക്ചർ, അതിന്റെ തന്നെ ഒരു റൂഫും. എത്ര സ്ക്വയർ ഫീറ്റ് ആമല്ലേ വീട് വരുന്നത്? ഈ വീട് ടോട്ടലി ഔട്ട്ഡോർ സ്പേസസ് എല്ലാം കൂടെ ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇന്റേണൽ പ്ലിന്ത് ഏരിയ മാത്രമായിട്ട് ഒരു 2500 അറൗണ്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അത്രയുണ്ടല്ലേ? ഓക്കെ. പിന്നെ വീടിന് മൊത്തത്തിൽ ഒരു എർത്തി ടോണോ അല്ലെങ്കിൽ എന്തൊരു ബ്രിക്സ് അല്ലെങ്കിൽ സ്റ്റോൺ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കോമ്പൗണ്ട് വാൾ ആയാലും ഇവിടെ പുറത്ത് കാണുന്ന ഈ നമ്മുടെ വീടിന്റെ വാൾസ് ആയാലും ഉള്ളിലായാലും ഇങ്ങനത്തെ കുറെ നമ്മുടെ നാടൻ ഇഷ്ടിക അല്ലേ, ആ രീതിയിൽ വന്നിട്ടുണ്ട് നമ്മള്. പിന്നെ സിമന്റ് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നാച്ചുറൽ മെറ്റീരിയൽ കാണാനാണ് അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നത്. ഈ ഡിസൈൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടൈംലെസ് ആണ്. എല്ലാ കാലത്തും നമുക്കൊരു പുതുമ ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് പഴക്കം ഫീൽ ചെയ്യാത്ത രീതിയിലായിരിക്കും എപ്പോഴും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വീട്ടുകാരെ പരിചയപ്പെടാം. വീട്ടുകാർ ആ ഐലൻഡിൽ ഇരിപ്പുണ്ട്. ഐലൻഡിലേക്ക് പോകുന്നത് ഒരു പാലം കടന്നിട്ടാണ്. ആ പാലത്തിനടിയിലൂടെയാണ് നമ്മുടെ പോണ്ട് പോകുന്നത്, അല്ല നമ്മുടെ പുഴ പോകുന്നത്. നമസ്കാരം. നമസ്കാരം. യെസ്, ഇത് ശരിക്കും ഒരു കൂട്ടുകുടുംബാണല്ലേ? അതെ. എന്താ അമ്മയുടെ പേര്? ഷീല. ഷീല. അച്ഛന്റെ പേര്? ശാർങ്ങാധരൻ. ശാർങ്ങാധരൻ, വെറൈറ്റി പേരാണല്ലോ. അപ്പം അവരിവിടെ ഇല്ലല്ലേ? നിങ്ങളുടെ മക്കളിവിടെ ഇല്ല? മക്കളില്ല. അവരുടെ ജോലിക്കാരാണ്. എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണല്ലേ? അവരെന്തായാലും കാണാൻ പറ്റിയിട്ടില്ല. കുഴപ്പമില്ല. എന്തായാലും മുത്തശ്ശനെയും മുത്തശ്ശിയും കൊച്ചുമക്കളെയും കിട്ടിയിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പോയില്ലെന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും. എന്താ പേര് പറഞ്ഞേ? ദക്ഷിണേ ദേവനെ. ഡാൻസേഴ്സ് ആണല്ലേ? സ്കൂളിൽ പോകുന്നതിന് ശിക്ഷയായിട്ട് ഇവർ ഡാൻസ് കളിപ്പിക്കുന്നുണ്ട് നമ്മള്. അപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ വീട്? ഞങ്ങളുടെ വീട് അടിപൊളിയാണ്. മോന് ഇങ്ങനെ ഒരു വീട് വേണം താല്പര്യം, അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട് ചെയ്തത്. അപ്പൊ ആദ്യമൊക്കെ 2-3 ആർക്കിടെക്റ്റിനെ കാണിച്ചിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയാണ് പിന്നെ ഈ ആർക്കിടെക്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇഷ്ടപ്പെട്ടു. എത്ര നാളായി നിങ്ങൾ വീട്ടില് താമസം തുടങ്ങിയിട്ട്? ഇപ്പൊ ഒരു 4 മാസം. 4 മാസമായി അല്ലേ? വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് സന്തോഷം. അവിടെ ഇരിക്കത്തുള്ളൂ, അത് മാറുന്നില്ല. രാത്രി പകലൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. വെട്ടം വേണം, വെളിച്ചം വേണം. തൊട്ടിക്കട ആരെങ്കിലും പോയാൽ കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരുടെ വീട് വരുന്നത്. നമുക്ക് ഇവരെ വീടിന്റെ പലയിടങ്ങളിൽ വെച്ച് കണ്ടുമുട്ടാം, പല കാര്യങ്ങളും ചോദിക്കാം. അപ്പൊ നമുക്ക് ഹോം ടൂർ ബാക്കി തുടരാം. നിങ്ങൾ അവിടെ തന്നെ ഇരിക്കും, ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരാം. ഈ വീട്ടിൽ കയറി വന്നു കഴിഞ്ഞ് ഈ സ്ഥലത്തുനിന്ന് പോകാൻ ഒരു പാടാ. ശരിക്കും ഇങ്ങനെ കുറേ നേരം ഇവിടെ വന്ന് ഇരിക്കാൻ തോന്നും. നമ്മളും ഇങ്ങനെ കുറെ നേരം ഇരുന്നു. മക്കള് രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് മൂത്ത ആള്. അപ്പോ അവർക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചുറ്റുവരുന്ന് കാണാനും എന്തെങ്കിലും ചെറിയ രീതിയിലൊരു പെർഫോമൻസ്. ഇത് ചെറിയൊരു വേദിയാണ്. അതെ. എന്തെങ്കിലും ഫംഗ്ഷൻ വെക്കുവാണെങ്കിലും ശരിക്കും മുറ്റത്ത് നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റേജ് സെറ്റപ്പ് പോലെ ആക്കാം. അതെ, ഒരു 4 months മുമ്പായിരുന്നു ഹൗസ് വാമിങ് ഇവിടെ. അപ്പോൾ ഹൗസ് വാമിങ്ങിന് ഞാൻ വന്നപ്പോഴും പുറത്തുള്ള ക്രൗഡ് മുഴുവൻ ഇവിടെ ഇരിക്കുന്ന. അപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലോട്ട് കയറുവാണ്. വലിയൊരു പ്രവേശന കവാടമൊക്കെ കടന്ന്. എങ്ങനെ ശരിക്കും ഫോയർ സ്പേസ് അത്ര കോമൺ അല്ല, പക്ഷെ എല്ലാരും ഇപ്പൊ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടുണ്ട് ഈ വീടിന്. ശരിക്കും ഉള്ളിലോട്ടുള്ള ഒരു പ്രൈവസിയും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ ഇവിടുന്ന് നമുക്ക് നേരെ നമ്മുടെ ഗസീബോയിലോട്ടുള്ള ഒരു ലുക്കും കിട്ടും. അതെ, ഒരു മെയിൻ ഡോർ തുറന്നാലും ഫുള്ളി വീടിന്റെ അകത്തേക്ക് കാണണ്ട എന്നുള്ളൊരു അകത്തേക്ക് കയറിയിട്ട് എന്നിട്ട് വീട് അങ്ങോട്ട് ഓപ്പൺ ഔട്ട് ആയാൽ മതി. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭിത്തി കരിങ്കല്ല്, ഇവിടെ ഇഷ്ടിക, ആ രീതിയിൽ ഒരു എർത്തി ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ. അതെ, അത് ഹൗസ് വാമിങ്ങിന് ചെറിയ ഗിഫ്റ്റ്. അതെ. അപ്പൊ ഫോയറിൽ നിന്ന് അകത്തേക്ക് കയറുമ്പോ ഡയറക്ട്ലി ലിവിംഗ് ഡൈനിങ് സ്പേസിലേക്കാണ്. ശരിക്കും വിശാലമായിട്ടുള്ള ഒരു ഏരിയ, എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട്. എന്നാ ഒരു
സ്റ്റെപ്പ് താഴെയായിട്ടാണ് നമ്മൾ ലിവിങ് സ്പേസ് കൊടുത്തിരിക്കുന്നത്. അതെ, ഡൈനിങ്ങും യെസ്, ചെറിയൊരു വിഷ്വൽ സെപ്പറേഷൻ ഉണ്ടാവാനായിട്ട് ആ ലിവിങ് ഡൈനിങ് സ്പേസ് ഈ ബാക്കി സർക്കുലേഷൻ സ്പേസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരു അവിടെ ടൈലടക്കം നമ്മുടെ ആ എന്താ പറയുക വോക്കിംഗ് സ്പേസ് വേറെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ അകത്തുള്ള ഈ കോമൺ സ്പേസസ് എല്ലാം അത് തമ്മിലൊരു സെപ്പറേഷൻ ഒന്നും വേണ്ട എന്നുള്ള ഒരു കൺസേൺ ഐഡിയയിലായിരുന്നു. അപ്പോൾ ആ രീതിയിലായിരുന്നു ചെയ്തു വന്നത്. ഈ ഒരു ഏരിയ ഒക്കെ എസ്തെറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയ കേട്ടോ. ഒരു കോർണറിലുള്ള വേറൊരു സ്പേസ്, അതുപോലെ തന്നെ പുറത്തോട്ടുള്ള ശരിക്കും പഴയ തറവാടുകളിൽ കാണുന്ന പോലെയുള്ള ഒരു പഠിപ്പുര ഒരു സെറ്റപ്പ്, നല്ല രസമുണ്ട്. ഒരു സെക്കൻഡറി എൻട്രൻസ് എന്നുള്ള രീതിയിൽ പ്രൈവറ്റ് റോഡിൽ നിന്ന് കൊടുത്തു. ശരിക്കും മോഡേൺ ഫെസിലിറ്റി നമ്മുടെ പഴയ ട്രഡീഷണൽ സാധനങ്ങളുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഇല്ലേ, അതാണ് ശരിക്കും ഈ വീട്ടിൽ നിറഞ്ഞേക്കുന്നത്. വെന്റിലേഷനും ലൈറ്റിങ്ങും ഓൾസോ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഇവിടെ വലിയ സ്ലൈഡിങ് വിൻഡോ, അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് വിൻഡോസ് രണ്ടും തുറന്നിട്ടാൽ നല്ല വെന്റിലേഷനാണ്. പിന്നെ മെയിൻ ഒരു എലിവേഷൻ ഫീച്ചറും കൂടെ ആയിരുന്നു ഈ ഒരു സെറ്റ് ഓഫ് വിൻഡോസ്. ആ ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ഓൾമോസ്റ്റ് എൻറ്റയർലി കവർ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കൺസോൾ ടേബിൾ അതൊക്കെ നമ്മൾക്ക് ബിയോണ്ട് സ്പേസ് എന്നുള്ള ഇവിടുത്തെ ഒരു ഷോറൂമിൽ നിന്ന് ഉള്ള കുറച്ച് എലമെന്റ്സ് ആയിരുന്നു. ഈ കുറച്ച് ത്രൂ ഔട്ട് ഇവിടെ സ്കാറ്റർ ചെയ്തിരിക്കുന്ന കുറച്ച് ഡിസൈൻ എലമെന്റ്സ് എല്ലാം ബിയോണ്ട് സ്പേസിൽ നിന്നായിരുന്നു. ഇത് നമ്മുടെ ഒരു ഫിക്സഡ് ഗ്ലാസ് പോലെ കൊടുത്തിരിക്കുന്നു. അതെ, ഇതിലേ കൂടിയാണ് ശരിക്കും എയർ സർക്കുലേഷൻ ഇങ്ങോട്ട് വരുന്നത്. നമ്മളിങ്ങനെ മുകളിലോട്ട് ഉയർത്തി വെക്കുന്ന രീതിയിൽ അതൊരു ഡിസൈൻ എലമെന്റുമായി വീടിന്റെ ഒരു എലവേഷൻ ഒരു ഭംഗി കൂട്ടുന്ന പാർട്ടുമായി മാറിയിരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ നോക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയയായി. നമ്മുടെ ഒരു സ്വിങ് ഉള്ള സ്പേസ് ആണ്. ശരിക്കും ഒരു ലെവൽ അപ്പിലാണ് ഇതുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും ഇൻക്ലൂഡിങ് അപ്സ്റ്റെയർ 2 ബെഡ്റൂം ഉണ്ട്. അങ്ങോട്ടുള്ള ഒരു കണക്ഷൻ പോലും എല്ലായിടത്തുനിന്നും ഉണ്ട്. ഈ ഒരു സ്പേസിന്റെ ഡിസൈൻ നമ്മൾ കുറേ റൗണ്ട്സ് ഓഫ് റെപ്പിറ്റേഷൻ കഴിഞ്ഞിട്ടായിരുന്നു. സ്വിങ് വേണോ, ഫർണിച്ചർ വേണോ എന്നുള്ള കുറെ റെപ്പിറ്റേഷൻ കഴിഞ്ഞിട്ടായിരുന്നു അവസാനം. ഇതൊരു ചെറിയൊരു സ്പേസ് ഒന്നും അല്ല കേട്ടോ, വലിയൊരു സ്പേസ് ആണ്. ശരിക്കും ഒരു ബേ വിൻഡോയുടെ എഫക്റ്റ് ഉള്ള ഒരു വിൻഡോ ആണ് ശരിക്കും ഇവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ ഇരുന്ന് പുറത്തെ കാഴ്ചകളിലോട്ടോ ഒരു ഗ്രീൻ സ്പേസിലോട്ടോ ഒക്കെ നോക്കി വായിക്കാനോ ഒക്കെ പറ്റിയൊരു സ്പേസ്. ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ സിറ്റിംഗ് ഏരിയക്ക് യാതൊരു പഞ്ഞവും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട്, അതിൻ്റെ ബാക്കിലോട്ട് സീറ്റിംഗ് ഉണ്ട്, ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസ് ഉണ്ട്, പിന്നെ അവിടെ ഡൈനിങ് സ്പേസ് ഉണ്ട്. ഇനി ഈ സ്റ്റെയറിൽ വേണേലും എത്ര ആൾക്കാർ വേണേലും ഇവിടെ വിരുന്ന് വന്നാലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഗ്യാതറിംഗ് സ്പേസ് പോലെ ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പം ഇപ്പുറത്താണ് നമ്മുടെ വാഷ് ഏരിയ വരുന്നത്. അത് നമ്മുടെ ഈ വീടിൻ്റെ തീമിനോട് ചേരുന്ന രീതിയിൽ വളരെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ കൗതുകമായിട്ട് തോന്നിയത്, നമ്മൾ സാധാരണ നേരെ കയറി വരുന്ന അവിടെ നിന്നായിരിക്കും നമ്മൾ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കാണുന്നത്. ഇവിടെ അതൊരു ഇച്ചിരി മറവിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ചെറിയൊരു പ്രൈവറ്റ് സ്പേസ്. പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് ഫുഡ് കഴിച്ച് ഓടാൻ പറ്റിയ ഒരു ഏരിയ, ഓടിപ്പോകാനായിട്ടുള്ള ഒരു അധികം വിസിബിലിറ്റി കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. ഇതിന്റെ ഇപ്പർ സൈഡിലോട്ട് വേറൊരു കോർട്ട്യാർഡ് സ്പേസ് ഉണ്ട്. ശരിക്കും കോർട്ട്യാർഡ് സ്പേസുകൾ നിറയെ ഉണ്ട് ഈ വീട്ടില്. ശരത്തിനും അഞ്ജുവിനും സ്പെസിഫിക്കലി കമന്റ് ചെയ്യണം, കാരണം അവര് കുറച്ചധികം നന്നായിട്ട് ചെടികൾ വെച്ച് നിറച്ചിട്ടുണ്ട്. ഈ ഹൗസ് വാമിങ് നടന്ന സമയത്തും ഇത്രയും ഇല്ലായിരുന്നു. ഇതൊക്കെ അവര് ഈ പാസ്റ്റ് ഫ്യൂ മന്ത്സിൽ ഇങ്ങനെ വാങ്ങിച്ച് സെറ്റ് ചെയ്യുകയാണ്. ഈ സ്പേസ് എല്ലാം ഇങ്ങനെ ഫുള്ളി നിറയ്ക്കാനായിട്ടാണ് അവരുടെ പ്ലാൻ. ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു 1 year ഒക്കെ കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ വേറെ ലെവലായിരിക്കും. അതെ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ അവിടുന്ന് കിച്ചണിലോട്ട് പോകാൻ നമ്മൾ ഇതിലേ വരണം. സാധാരണ എല്ലാവരും ഈ ഒരു ഭാഗത്തുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വെക്കാറാണ് പതിവ്. ഇത് ആ ഒരു ഏരിയയിൽ നമ്മൾ ലിവിങ്ങിനോട് ചേർന്ന് നമ്മുടെ പ്രയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ കിച്ചൺ ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അങ്ങോട്ട് പോയെങ്കിലും ഇവിടെ ഒരു ശരിക്കും ഒരു ചെറിയൊരു പ്രൈവസി, എന്നാൽ ഓപ്പൺ ആണുവാനും ആ രീതിയിലാണ് ഇവിടെ ഒരു ഷെൽഫ് ഏരിയ വന്നിരിക്കുന്നത് അല്ലേ? അതെ, ഹെഡ് കാർപ്പൻറ്റർ രതീഷ് ഏട്ടൻ്റെ ഒരു ഐഡിയ ആണ്. പുള്ളിക്കാരനായിരുന്നു ഇതിന്റെ ഒരു ഹൈറ്റും ഓവറോൾ ഡിസൈൻ പുള്ളിക്കാരൻ തന്നെയായിരുന്നു ചെയ്തത്. ഒരു ബോക്സ് വന്നിട്ട് അല്ലേ, തടികളെല്ലാം തേക്കിലായിരിക്കും ചെയ്തിരിക്കുന്നത്. അതിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ കിച്ചണിലോട്ടാണ്. ഇവിടെ
ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് വെച്ചാൽ എവിടെയും കാണാത്ത രീതിയിൽ ഇത് മെയിൻ കിച്ചൺ, അത് വർക്കിംഗ് കിച്ചൺ. വർക്കിംഗ് കിച്ചൺ, അതും ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അതെ, അതും അവർക്ക് അങ്ങനെ തന്നെയായിരുന്നു താല്പര്യം. ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഭിത്തി ഒഴിവാക്കിയത് കൊണ്ട് ഇതിന്റെ സ്പേസ് നമുക്ക് നല്ല ഇരട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ഇതൊരു വർക്കിംഗ് കിച്ചൺ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ മെയിൻ കിച്ചൺ ആയിട്ട് തന്നെ നിൽക്കുന്ന രീതിയിൽ ഇതിപ്പോ കോമൺ ആയിട്ട് അങ്ങ് കിടക്കുകയാണ്. എല്ലാ സ്പേസും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കബോർഡ്സ് എല്ലാം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിനുള്ള ഏരിയ അങ്ങനെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു ചെയറും കൊടുത്തിട്ടുണ്ട്, അമ്മമാർക്കൊക്കെ ഇരുന്ന് കട്ട് ചെയ്യാനും. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ. എനിക്ക് എല്ലാ ഡോറുകളും വെറൈറ്റി ആയിട്ട് തോന്നുന്നു. ഒരു ഫ്ലൂട്ടഡ് പാറ്റേൺ ഡോറുകളിലുടനീളം കൊടുത്തിട്ടുണ്ടല്ലോ, എല്ലാ ഡോറുകളിലും വന്നിട്ട് സോളിഡ് വുഡിൽ റൗട്ടിങ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു പാറ്റേൺ. നൈസ്. ഒരു ക്യൂട്ടായിട്ടുള്ള സ്മോൾ ബെഡ്റൂമാണ്, ചെറുതെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ബെഡ്റൂം. 2 പിള്ളേർക്കുള്ള ബെഡ്റൂം ആയിരുന്നു. ബെഡിന് കൂടെ 2 സൈഡിലും സൈഡ് ടേബിളിന് പകരം 2 സ്റ്റഡി ടേബിൾ ആയിരുന്നു കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ. അവരുടെ സ്റ്റഡി ഏരിയ ആണിത്. അതെ, 2 സൈഡിലും സാധാരണ സൈഡ് ടേബിൾ വരും, ബെഡ് ടേബിളുകളാണ് വരും, അതില്ല. അപ്പം ബാക്കിൽ നമ്മൾ പുറമേ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റോൺ പാർട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കോട്ട് സ്പേസ് ചെയ്തിരിക്കുന്ന അതിന്റെ ഹെഡ് ബോർഡ് വരുന്നത് ഒരു കെയിൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഈ വാർഡ്രോബ്സ് പ്ലൈ ആൻഡ് ലാമിനേറ്റ് ഫിനിഷ് ആണ്. ഈ കാണുന്ന ഈ പുറത്തുള്ള ഹൈലൈറ്റ് ഏരിയ അതും ലാമിനേറ്റ് തന്നെയാണ്. അത് അഞ്ജു സ്പെസിഫിക്കലി നോക്കി സെലക്ട് ചെയ്തെടുത്തായിരുന്നു. അവർക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നല്ലേ ഈ വീടിനെ പറ്റിയിട്ട് അല്ലേ? അതെ, കുറച്ച് അവർക്കും നല്ല അത്യാവശ്യം ടേസ്റ്റും കാര്യങ്ങളും ഉള്ളത് കാരണം ഞാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അവരുടെ സജഷൻസും എല്ലാം എടുക്കാൻ പറ്റുന്ന സജഷൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ മുകളിൽ നോക്കാം, സിമെന്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ ഫ്ലോർ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് മാറി ഒരു യെല്ലോ ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. എല്ലാം മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്ന ഫ്ലോറിംഗ് എല്ലാം. സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കയറുകയാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ വാഷ്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പം റൂമിന് ഇച്ചിരി പ്രൈവസി കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് ശ്രദ്ധ പോകുന്നത് ഈ കട്ടിലേക്കാണ്. ഇത് 2 കട്ടിലാണോ? 2 കട്ടിൽ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 2 കട്ടില്. ഓക്കെ ഓക്കെ. അത് രസമായിട്ടുണ്ടല്ലോ. ഏറ്റവും രസമുള്ള പുറത്തുള്ള എക്സ്പോസ് ചെയ്തിരിക്കുന്ന ബ്രിക്കാണ്. അതെ, ശരിക്കും നമ്മുടെ ഒരു ട്രഡീഷണൽ ഹോമിൻ്റെ ഒക്കെ ഒരു ഫീല് തോന്നുന്ന രീതിയിൽ. ഒപ്പം അവിടെ ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വാൾ മൊത്തം റിച്ചായി. ശരത്തിൻ്റെ അഞ്ജുവിൻ്റെയും പാരൻസിൻ്റെ റൂമാണ്. അപ്പോൾ അധികം റിക്വയർമെന്റ്സ് ഒന്നും ഇല്ലായിരുന്നു അവർക്ക്. ജസ്റ്റ് കിടക്കാനുള്ളൊരു സ്പേസ്, ആവശ്യത്തിന് ലൈറ്റും വെന്റിലേഷനും ഉണ്ടാവണം, വാർഡ്രോബ് സ്പേസ് ഉണ്ടാവണം. വേറെ അവര് രാത്രി മാത്രം സമയം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അല്ലാത്തപ്പോൾ കൂടുതലും ലിവിങ് സ്പേസ്, കിച്ചൺ, പുറത്ത് അവിടെ എവിടെയൊക്കെയാണ്. ബെഡ്റൂമുകൾ ശരിക്കും കിടക്കാൻ വേണ്ടി മാത്രം, അല്ലാണ്ട് പകൽ സമയത്ത് കൊണ്ട് കയറേണ്ട ആവശ്യമില്ല മിക്കവാറും. അതാണ് കോമൺ സ്പേസ് അത്രയും ഭയങ്കര രസമായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ? നല്ല ഒരു ഡ്രസ്സിങ് മിറർ വന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യാത്ത, പോളിഷ് ഒന്നും ചെയ്യാത്ത റോ വുഡായിട്ടാണല്ലോ തോന്നുന്നത്. അത് ജസ്റ്റ് പ്ലൈയിൽ ചെയ്തിരിക്കുന്നത് അല്ലേ? മിറർ ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ ഫേമിലുണ്ടായിരുന്ന ആർക്കിടെക്ട് ക്രിസ്റ്റീനേൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ ഏതാണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമ്മൾ അപ്സ്റ്റെയറിലേക്ക് പോകണം, കുറച്ചുകൂടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അല്ലേ? വാ, കമോണ്ട് പരിപാടി. നമ്മൾ സ്റ്റെയർ കയറി പോകണം. സ്റ്റെയർ കംപ്ലീറ്റ് കൂടാനായിട്ടാണോ ചെയ്തിരിക്കുന്നത്? അതെ, അധികം വെയിറ്റ് ഇല്ലാതെ ഒരു ജസ്റ്റ് സ്റ്റീൽ സ്ട്രക്ചറിൽ സ്റ്റെയർ കേസ്. ഈ ഇവിടെ കുറച്ച് വലിയ ഓപ്പണിങ്സ് ആയിരുന്നു കൊടുത്തിരിക്കുന്നത്, അതൊന്നും ബ്ലോക്ക് ആവാത്ത രീതിയിൽ. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വീട്ടിൻ്റെ പ്രധാന വെളിച്ചം, കാറ്റൊക്കെ വരുന്ന ഏരിയ. അത് തന്നെ അപ്പുറത്തും കൊടുത്തിട്ടുണ്ട് അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു വുഡൻ സ്റ്റെയർ. ഈ ഹാൻഡ് റെയിൽ ബ്ലാക്ക് ഗ്രില്ലിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? സ്റ്റീൽ അല്ലേ? സ്റ്റീലാണ്. അത് ഉടനീളം ഇങ്ങനെ വന്നിട്ടുണ്ട് അങ്ങ് വരെ. ഫസ്റ്റ് ഫ്ലോർ നിറയെ ആ തീമിൽ തന്നെ പോയിരിക്കുന്നത്. കയറി വരാം. ഒരു ചെറിയൊരു ലാൻഡിങ് സ്പേസ്. ആ ലാൻഡിങ് സ്പേസ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുകളിലേക്ക്. മനോഹരമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റുകൾ അവിടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ 2 വശങ്ങളിലും കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പേഴ്സണലിയും അങ്ങനെ തന്നെയാണ്. വൈറ്റ് ലൈറ്റ്സ് ഒന്നും എനിക്കും വാം ലൈറ്റുകളാണ് കൂടുതൽ ഇഷ്ടം. എല്ലാം വാം ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഹാങ്ങിങ് ഷാൻഡലിയേഴ്സ് ഇത് 2ഉം ഈ പ്ലാറ്റിനം ലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ഷോറൂമിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കൊച്ചിയിൽ തന്നെയുള്ള. ഇപ്പം നമ്മൾ നമ്മുടെ വീടിന്റെ റൂഫിംഗ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ഓടാണോ? കംപ്ലീറ്റ് ഓടാണ്. ഡബിൾ ലെയർ ഓടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ചൂടിന്റെ പ്രശ്നങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. ആ ഒരു ഇൻസുലേഷൻ ലെയർ നടുക്കുണ്ടാവും.
അപ്പോൾ അതിൽ കുറച്ച് ചൂടൊക്കെ പിടിച്ച് നിൽക്കേണ്ടതാണ്, അകത്തേക്ക് വിടാതെ. ഓക്കെ ഓക്കെ. ഇനി ഇവിടുന്ന് ഒരു വലിയൊരു കാഴ്ച താഴേക്കുണ്ട്. നമ്മുടെ ഡബിൾ ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ താഴേക്ക് കാണുമ്പോൾ നമ്മുടെ കോമൺ സ്പേസുകൾ, ലിവിങ് സ്പേസ്, ടി വി യൂണിറ്റ്, ഡൈനിങ് സ്പേസ്, പുറത്തുള്ള പടിപ്പുര, അങ്ങനെ മൊത്തത്തിൽ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ മാത്രമല്ല ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്ന ആ വാൾ, ആ സ്റ്റോൺ വാൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റോൺ ആൻഡ് ബ്രിക്ക് കോമ്പിനേഷൻ വീടിന് എത്രത്തോളം മനോഹരമാകുന്നതുണ്ടോ, സൂപ്പറായിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ അപ്പർ ലിവിങ് പോലെ ഒരു മിനിമൽ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലേ, ഒരു ഇൻബിൽറ്റ് സിറ്റിംഗ് സ്പേസ് ആണ്, ഒരു ബേ വിൻഡോ കണക്കൊരു സ്പേസാണ്. അതെ, ബാക്കിൽ ഫുൾ ഓപ്പണബിൾ വിൻഡോസ്, തുറന്നിട്ടാൽ കുറച്ച് കാറ്റും ഉണ്ടാവും. താഴത്തെ കൂട്ടിയാടിലേക്ക് കണ്ടോ, എക്സ്പോസ്ഡ് കോൺക്രീറ്റ് സീലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം ഉണ്ട്. വീട്ടിൽ എനിക്ക് ഡിസൈൻ വൈസ് ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഉണ്ട്. ആ ഒരു വെന്റിലേഷൻ വരുന്ന ഒരു ഭാഗമില്ല, ഓപ്പൺ സ്പേസ്. വീടിന്റെ എലിവേഷൻ പ്ലാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ വന്ന ഒരു ഫോം ആയിരുന്നു. ഇതാണെങ്കിൽ രാവിലത്തെ വെയിൽ അടിക്കുന്ന ഒരു ഡയറക്ഷനുമാണ്. പക്ഷെ എന്നും പറഞ്ഞാൽ നമ്മൾ വിസിബിലിറ്റി ഉള്ള കാരണം ഫുള്ളി അങ്ങോട്ട് അടച്ച് കളയാനും പറ്റില്ല. അത് കാരണം ഈ എൻറ്റയർ വാള് താഴെയും മുകളിലും വലിപ്പത്തിൽ തന്നെ ഓപ്പണിങ് അങ്ങോട്ട് ചെയ്തു. പക്ഷെ വെയിൽ ബ്ലോക്ക് ചെയ്യാനായിട്ട് ഈ വുഡൻ സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ ഇത് ചെയ്തെടുത്തു. ആ വുഡൻ സ്ക്രീനിങ് ചെയ്യാനായിട്ട് ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. ഇത്രയും ലെങ്ത്തിൽ ഈ പീസസ് എടുക്കണമെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പാർട്ടീഷൻസ് നടക്കുന്ന അവിടെ ആ വുഡ് കട്ടായി പോയിരിക്കുകയാണ്. സിംഗിൾ പീസ് അല്ലല്ലേ? അല്ല. അപ്പോൾ ഇതാ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഉണ്ടാകുമ്പോഴും സിംഗിൾ പീസ് ആണെങ്കിൽ അത് വളഞ്ഞു പോകും. ഇതാണ് നമ്മുടെ ബാൽക്കണി സ്പേസ് കേട്ടോ. കൊള്ളാം. നേരെ നമ്മുടെ പടിപ്പുരയ്ക്ക് തൊട്ട് മുകളിലാണ് ആ ബാൽക്കണി സ്പേസ് വരുന്നത്. Golden sunlight. If I'm going with you, I know we'll get to the other side. Sinking in, I know this feels right. Catching a breeze, love moving through me. Third bedroom is our guest room. ഗസ്റ്റ് റൂം ആയിട്ടാണ് അപ്സ്റ്റെയറിലെ ഈ ഫസ്റ്റ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ബെഡ്റൂം. ഇതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളിപ്പോൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ശൈലിയാണ്. ഈ ഫ്ലോറും ആ കോട്ടിൽ ചെയ്തിരിക്കുന്ന ഷീറ്റിൻ്റെ കളറും നല്ല കോമ്പിനേഷൻ, പ്ലസ് ആ ബ്രിക്കിൻ്റെ തീം കൂടെ ചേരുമ്പോഴത്തേക്കും അടാറ് കോമ്പിനേഷൻ, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ മുകളിൽ ആ ഓടുമാണ് വന്നിരിക്കുന്നത്. പിന്നെ പ്ലസ് നമുക്കൊരു ബേ വിൻഡോ വന്നിട്ടുണ്ട്. ആ ബേ വിൻഡോൻ്റെ വുഡൻ തീം കൂടെ ആകുമ്പോഴത്തേക്കും ഇതിലൊന്നും മോശം പറയാനില്ല, ഒന്നും ചേരായിക പറയാനില്ലാത്ത സിമ്പിൾ. ഒപ്പം ഒരു മിനിമലിസം കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിനാണ് മെയിൻലി ആ മുകളിലെ റൂഫിൻ്റെ ഈ ഫ്രെയിം വിൻഡോ വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല ലൈറ്റ് വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടുന്ന രീതിയിലാണ്. വീഡിയോയുടെ അവസാന ഭാഗമാണ് നമ്മൾ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം കാണിക്കാൻ പോകുന്നത്. അപ്സ്റ്റെയറിലെ ഏറ്റവും കോർണറോട് ചേർത്തിട്ടാണ് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അല്ലേ? അതെ, കുറച്ചുകൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള, കുറച്ചുകൂടെ എലമെന്റ്സ് ഉള്ള ഒരു ബെഡ്റൂം സ്പേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മുകളിലാണെങ്കിൽ ആ ഹെഡ് ബോർഡിന്റെ അവിടെയാണെങ്കിൽ ഓപ്പൺ സ്പേസ്, ഒരു വിൻഡോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു വാർഡ്രോബ് സ്പേസ് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് അല്ലേ? അതെ, രണ്ടുപേർക്കും സെപ്പറേറ്റ് വാർഡ്രോബ്സ് വേണമെന്നുണ്ടായിരുന്നു. കാരണം ഒരാൾക്കുള്ള വാർഡ്രോബ് ഇവിടെയും ഒരാൾക്കുള്ളത് വാഷ്റൂമിന്റെ അകത്തുമാണ്. കുറച്ചും കൂടെ വലുതായിട്ടുള്ള വാഷ്റൂം സ്പേസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, നൈസ്. അപ്പോൾ ഒരാൾക്ക് പറ്റിയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് സ്പേസ്, പിന്നെ കുഞ്ഞൊരു സീറ്റിംഗ് സ്പേസ്, ഒരു ബേ വിൻഡോ പോലെ ഒരു റീഡിങ് കോർണർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ചെറിയ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പുസ്തകമൊക്കെ വായിക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല ഓളമായിരിക്കും. തീർച്ചയായിട്ടും പുസ്തകം വായിക്കുന്നവരാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു കേട്ടോ, ഇവിടെ കമ്പിളികണ്ടത്തെ കൽബിണികൾ എന്ന് പറഞ്ഞൊരു പുസ്തകം, ഈ അടുത്ത് ഭയങ്കര വൈറലായിട്ടുള്ള നോവല് വായിക്കുന്നവർ. അപ്പോൾ വീട്ടുകാരുടെ ഏകദേശം ഒരു ടേസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു വാർഡ്രോബ് സ്പേസ് വരുന്നത് നമ്മുടെ വാഷ്റൂമിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഉള്ളിലെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ആ വാഷ്റൂമിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ളൊരു ഇതാണ്. ഈ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ വാർഡ്രോബ് സ്പേസ് വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഫ്ലോട്ടഡ് ഗ്ലാസ് വെച്ചിട്ടാണ് വാർഡ്രോബ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഹാൻഡ് വാഷ് ഏരിയ വന്നിട്ടുണ്ട്, ഒരു വലിയ മിറർ സ്പേസ് വന്നിട്ടുണ്ട്. ഒപ്പം ഒരു ഗ്രീൻ സ്പേസ് കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കലാത്തിയ പ്ലാന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ സ്കൈലൈറ്റ് എല്ലാം കിട്ടുന്ന രീതിയിലാണ്. ആദ്യം 5 സെന്റ് സ്ഥലമാണ് വാങ്ങിച്ചത്. അപ്പോഴത്തേക്കും പിന്നെ മോന് കുറച്ചും കൂടി സ്ഥലം വേണമെന്നും പറഞ്ഞാണ് രണ്ടാമത് പിന്നെ 5 സെന്റും കൂടി വാങ്ങിച്ച് 10 സെന്റിൽ ഇതേപോലത്തെ ഒരു വീടായിരുന്നു മോൻ്റെ ആഗ്രഹം. മക്കളേലും കൂടുതൽ ഞങ്ങളാണ് ഇപ്പോൾ ആസ്വദിക്കണത്. ഞങ്ങൾ 4 പേരും കൂടിയാണ് ഇപ്പോൾ ഇവിടെ കൂടുതൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ രാത്രിയാവും വർക്ക് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും.
പഴയ വീട്ടിനെക്കാട്ടും ഡാൻസ് കളിക്കാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ സൗകര്യം കൂടുതലുണ്ട്. കൂട്ടുകാരൊക്കെ കണ്ടിട്ട് നല്ല വീടാണ്, അച്ഛനമ്മക്ക് എന്താ ജോലി എന്നൊക്കെ ചോദിച്ചു. പിന്നെ നല്ല വീടാണ്, ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ ഒരു ദിവസം വന്ന് നിൽക്കും എന്നൊക്കെ കൂട്ടുകാർ കുറേ പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ TNC ആർക്കിടെക്ചർ എന്തൊക്കെ വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്? നമുക്ക് കൺസ്ട്രക്ഷൻ വൈസ് നിങ്ങൾ പുറത്ത് കൊടുക്കുകയാണോ ചെയ്ത്? എങ്ങനെയാണ്? ഞങ്ങൾ ആസ് എ ഫേം ഞങ്ങൾ ഡിസൈൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റും കൺസ്ട്രക്ഷൻ ചെയ്തത് മാവേലിക്കര ബേസ്ഡ് ഉള്ളൊരു കോൺട്രാക്ടർ ആയിരുന്നു. അഖിൽ രാജ് എന്നാണ് പേര്. നേച്ചർ സോൺ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഫേം മനോഹരമായിട്ട് സെറ്റ് ചെയ്ത്. അതെ, നമ്മൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഡിസൈൻ ചെയ്ത പോലെ തന്നെ പറ്റുന്നത്രയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അഞ്ജുവും ശരത്തും വിചാരിച്ച പോലെ തന്നെ കുറേ ചേഞ്ചസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നല്ല ഫ്ലെക്സിബിളായിട്ട് വർക്ക് ചെയ്ത് പൊക്കി കൊണ്ടുവന്നു. ഓവറോൾ നിങ്ങൾ ഹാപ്പിയാണ്? യെസ്, ക്ലയൻറ്റും ഹാപ്പിയാണ്. നല്ല വർക്ക്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഗ്രേറ്റ്. TNC ആർക്കിടെക്ചർ ടീമിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് വിളിക്കാനാണ്. പാലാരിവട്ടമാണല്ലേ? കലൂരാണ് സ്റ്റുഡിയോ വരുന്നത് അല്ലേ? അപ്പോൾ സൂപ്പർ വീടാണ്, അടിപൊളി വീട്, അടിപൊളി. അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് നമുക്ക് ഉറപ്പാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ TNC ടീം TNC ആൻഡ് ഫാമിലി ഒരു ബൈ പറഞ്ഞല്ലേ. ബൈ.